ഹായ് ഓൾ, നമസ്കാരം. മൈ വേ ഓഫ് സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിമിനറി 2ാം ഘട്ട പരീക്ഷയ്ക്കും വരാനിരിക്കുന്ന എല്ലാ കേരള PSC എക്സാമുകൾക്കും വേണ്ടി മലയാള ഭാഗത്തു നിന്നും വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? ഏതാണ് നദിയുടെ പര്യായം? തടിനിയാണ്. തടിനിയാണ് നദിയുടെ പര്യായം. ഓപ്ഷൻ എ ആണ് ഉത്തരം. നദിയുടെ മറ്റു പര്യായങ്ങൾ കൂടി നോക്കാം. പുഴ, അരുവി, ആറ്, സരിത്ത്, വാഹിനി, നിംനഗ. തടിനി ഓൾറെഡി നമ്മൾ പഠിച്ചു. അതുകൂടാതെ പുഴ, ആറ്, അരുവി, സരിത്ത്, വാഹിനി, നിംനഗ ഇത്രയുമാണ് പുഴയുടെ പര്യായം. തളിമം എന്താണ്? തളിമം എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. കട്ടിൽ. തളിമം എന്താണ്? കട്ടിൽ. തളിമം എന്താണ്? കട്ടിലാണ്. കട്ടിലിന് പറയുന്ന മറ്റ് പര്യായങ്ങൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. തളിമം എന്താണ്? കട്ടിലാണ്. ഇത് കൂടാതെ മഞ്ചം, പര്യങ്കം, തലിനം. തളിമം, കട്ടിൽ, മഞ്ചം, പര്യങ്കം, തലിനം ഇത്രയുമാണ് കട്ടിലിന് പറയുന്ന മറ്റ് പദങ്ങൾ. അടുത്തത് സൈകതം. സൈകതം എന്ന് പറഞ്ഞാൽ എന്താ? മണൽത്തിട്ടയാണ് സൈകതം. മണൽത്തിട്ട. അതിന് പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, സികതം. എന്നും പറയും. മണൽത്തിട്ടയ്ക്ക് സൈകതം എന്നും സികതം എന്നും പറയും. പിന്നെ ഒരു വാക്കും കൂടെ പറയും, സിക്കത്താവാൻ എന്ന് കൂടെ പറയും. സൈകതം മണൽത്തിട്ടയാണ്. അതിന് പറയുന്ന മറ്റു പേരുകളാണ് സികതം, സിക്കത്താവാൻ, സിക്കത്താവത്ത് എന്നിങ്ങനെയൊക്കെ പറയും. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലത്തിൻ്റെ വിപരീത പദം എഴുതാനാണ് പറഞ്ഞത്. ചഞ്ചലം, അതിൻ്റെ വിപരീത പദം എന്താണ്? അചഞ്ചലമാണ്. അചഞ്ചലം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചഞ്ചലം എന്ന് പറയുന്നത് ചലിക്കുന്നത്, അചഞ്ചലം ചലിക്കാത്തത്. അചഞ്ചലം എന്ന് നമുക്ക് എങ്ങനെയും പറയാം? നിശ്ചലം എന്നും പറയാം. എന്നാൽ ചലനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ചലനം നിശ്ചലനമാണ്. ചലനം നിശ്ചലനമാണ്. ചലനം എന്ന പദത്തിൻ്റെ വിപരീത പദം നിശ്ചലനം. ചഞ്ചലം എന്ന പദത്തിൻ്റെ വിപരീത പദം നിശ്ചലം. എങ്കിൽ ചടുലം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താ വരുന്നത്? ദൃഢം എന്നാണ് വരുന്നത്. ദൃഢം. ചടുലം ദൃഢമാണ്. ദൃഢം എന്നാണ് എഴുതുന്നത്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. ഉണ്മ എന്ന വാക്കിനെ പിരിച്ചെഴുതുക. എങ്ങനെയാണ് ഉണ്മ എന്ന വാക്കിനെ പിരിച്ചെഴുതുക? ഉൾ പ്ലസ് മായാണ് ഉണ്മ. ഉണ്മയെ പിരിച്ചെഴുതുമ്പോൾ ഉൾ പ്ലസ് മാ. ഓപ്ഷൻ എ ആണ് ഉത്തരം. എങ്കിൽ വെണ്മ എങ്ങനെ പിരിച്ചെഴുതും? വെണ്മ എങ്ങനെ പിരിച്ചേ? വെൾ പ്ലസ് മാ. അല്ലെങ്കിൽ വെള് പ്ലസ് മാ എന്നും എഴുതാം. വെള് പ്ലസ് മാ. നന്മ എങ്ങനെ പിരിച്ചെഴുതാം? നന്മ എങ്ങനെ പിരിച്ചെഴുതാം? നല് പ്ലസ് മാ എന്നും എഴുതാം. അതുപോലെ നൽ പ്ലസ് മാ എന്നും എഴുതാം. രണ്ടും ശരിയാണ്.
മേന്മ 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 എങ്ങനെ എഴുതും? മേന്മ എങ്ങനെ പിരിച്ചെഴുതാം? ഇത് അറിയുന്നവർ കമൻറ്റിൽ ഇടുക. ഒരു ഹോംവർക്ക് ആവട്ടെ ഇത്. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? ശരിയായ പദമേത്? ഏതാണ് ശരിയായ പദം? നിശ്ചയമാണ്. നിശ്ചയം ആണ് ശരിയായ പദം. ഓപ്ഷൻ സി ആണ് ഉത്തരം. നിസാരം നിസ്സാരം നിസ്സാരം. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നിസാരം നിസ്സാരം. ഇതിലേതാണ് ശരിയായി വരുന്നത്? നിസാരം നിസാരം. ഇത് തെറ്റാണ്. നിസ്സാരം ആണ് ശരി. നിസ്സാരം ശരി, നിസാരം തെറ്റാണ്. നിവൃത്തി നിവൃത്തി. ഈ പദങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നിവൃത്തിയാണോ നിവൃത്തിയാണോ ശരിയായിട്ടുള്ളത്? ഇതിലേതാണ് ശരി? നിവൃത്തിയാണ്. നിവൃത്തി ഇതാണ് ശരിയായിട്ടുള്ളത്. ഇത് തെറ്റാണ്. നിവൃത്തി തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. സമാന പദമേത്? സമാന പദമേത് എന്നാണ് ചോദ്യം. ഇനൻ. ഇനൻ എന്നതിൻ്റെ സമാന പദം ഏതാണ്? ഇനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ്. ഇനെന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സൂര്യന് പറയുന്ന മറ്റ് പദങ്ങൾ കൂടി നോക്കാം. സൂര്യന് വരുന്ന മറ്റ് പദങ്ങൾ നോക്കാം. ഇനൻ. ഇനൻ നമ്മൾ കണ്ടു. ഇനൻ. ഭാസ്കരൻ. ഭാസ്കരൻ. ഭാനു. ദിവാകരൻ. ദിവാകരൻ. ആദിത്യൻ. ആദിത്യൻ. പകലോൻ. 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 ആര്യമാവ്. ആര്യമാവ്. വിവസ്വാൻ. 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 വിവസ്വാൻ സൂര്യൻ്റെ പര്യായമാണ്. അർക്കൻ. അർക്കൻ. ഇതും സൂര്യൻ്റെ പര്യായം തന്നെയാണ്. അർക്കൻ. ഏതൊക്കെയാണ് സൂര്യൻ്റെ പര്യായം? ഇനൻ, ഭാസ്കരൻ, ഭാനു, ദിവാകരൻ, ആദിത്യൻ, പകലോൻ, ആര്യമാവ്, വിവസ്വാൻ, അർക്കൻ. വിവസ്വാൻ. ഇത്രയുമാണ് സൂര്യൻ്റെ പര്യായം. അടുത്തത് തീയുടെ പര്യായം നോക്കാം. തീയുടെ പര്യായം എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്നി, വഹ്നി, വഹ്നി, അനലൻ, അനലൻ, പാവകൻ, പാവകൻ, ദഹനൻ, ദഹനൻ, അഖിരം, അഖിരം, ജാതവേദസ്, ജാതവേദസ്, ജാതവേദസ്. അഗ്നി, വഹ്നി, അനലൻ, പാവകൻ, ദഹനൻ, അഖിരം, ജാതവേദസ്. ഇത്രയുമാണ് തീയുടെ പര്യായം. അടുത്തത് കാറ്റിൻ്റെ പര്യായം. കാറ്റിൻ്റെ പര്യായം ഏതൊക്കെ വരും? കാറ്റ്. സമീരണൻ. കാറ്റ് എങ്ങനെ വരും? കാറ്റ്. സമീരണൻ. സമീരണൻ. പവനൻ. പവനൻ. അനിലൻ. അനിലൻ. മാരുതൻ. മാരുതൻ. വായു. വായു. വാദം. ഇത്രയുമാണ് കാറ്റിൻ്റെ പര്യായങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അനിലന് കണ്ടിട്ടുണ്ട്, അനലന് കണ്ടിട്ടുണ്ട്, ഇനന് കണ്ടിട്ടുണ്ട്. ഈ മൂന്ന് വാക്കുകളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന വാക്കുകളാണ്. ഈ മൂന്ന് വാക്കുകളും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. എക്സാം ഓൺലൈനിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുന്നത് ഈ മൂന്ന് വാക്കുകൾ ആണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് പഠിച്ചെടുക്കാം. ഇനൻ. ഇനൻ സൂര്യൻ. ഇനൻ സൂര്യനാണ്. അനലൻ. അനലൻ എന്താണ്? അനലൻ അഗ്നിയാണ്. അഗ്നിയാണ് അല്ലെങ്കിൽ തീയാണ്. അനലൻ തീ അല്ലെങ്കിൽ അഗ്നി. അനിലൻ. അനിലൻ
അനിലൻ, കാറ്റ്. ഈ 3 വാക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. എക്സാം ഹോളിൽ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം നോക്കാം. തെറ്റില്ലാത്ത വാക്യമേത്? തെറ്റില്ലാത്ത വാക്യമേത്? നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു എന്നത് തെറ്റാണ്. നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്ന തെറ്റായ വാക്യമാണ് നന്ദി രേഖപ്പെടുത്തുന്നു എന്നത്. നന്ദി രേഖപ്പെടുത്തുകയല്ല, നന്ദി നമ്മൾ പറയുകയാണ് അല്ലേ? നന്ദി പറയുകയല്ലേ ചെയ്യുന്നത്? സോ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യാവസാനം കാണണം. ആദ്യാവസാനം കാണണം. ആദ്യാവസാനം കാണണം അതാണോ ശരി? അല്ലെങ്കിൽ ആദ്യാവസാനം കാണണം. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ശരിയായി വരുന്നത് ആദ്യാവസാനം എന്നതല്ല, അത് തെറ്റാണ്. അത് തെറ്റായിട്ടുള്ള പദപ്രയോഗമാണ്. ഇത് തെറ്റാണ് അല്ലേ? ആദ്യാവസാനം കാണണം എന്നല്ല, ആദ്യാവസാനം കാണണം എന്നതാണ് ശരിയായിട്ടുള്ളത്. ആദ്യാവസാനം കാണണം. നടപടിക്രമങ്ങൾ പാലിക്കണം. നടപടിക്രമം പാലിക്കണം. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരിയായി വരുന്നത്? നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന പ്രയോഗം തെറ്റാണ്. നടപടിക്രമം പാലിക്കണം എന്നാണ് പ്രയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നതെന്ത്? എന്താണ് അർത്ഥമാക്കുന്നത്? അധ്വാനത്തിൻ്റെ മഹത്വം എന്നതാണ് ഇത് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? എന്തും അധികമായാൽ ഫലം ദോഷമായിരിക്കും എന്നാണ്. എന്തും അധികമായാൽ ഫലം ദോഷമായിരിക്കും എന്നതാണ്. എങ്കിൽ ഒന്നുകൂടെ. തോളിലിരുന്ന് ചെവി തിന്നുക. തോളിലിരുന്ന് ചെവി തിന്നുക എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എങ്ങനെ വരിക? ആശ്രയം നൽകുന്നവരെ ദ്രോഹിക്കുക എന്നതാണ്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ദോഷ സ്വഭാവമുള്ളവർ പുറത്ത് അല്ലെങ്കിൽ കൂട്ടത്തിലിരുന്ന് ദോഷം ചെയ്യുന്നവനെ ബഹിഷ്കരിക്കുക. എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നതിൻ്റെ പരിഭാഷ എന്താണ്? വിത്തുഗുണം 10 ഗുണം. വിത്തുഗുണം 10 ഗുണം എന്നതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. വിത്തുഗുണം 10 ഗുണം എന്നതിന് ഇറ്റ് ഈസ് എ ഗുഡ് ഗ്രാഫ്റ്റിംഗ് ഓൺ എ ഗുഡ് ബാക്ക് എന്നും പറയാം. ഇറ്റ് ഈസ് എ ഗുഡ് ഗ്രാഫ്റ്റിംഗ് ഓൺ എ ഗുഡ് ബാക്ക്. ഇങ്ങനെയും പറയാം. ഇറ്റ് ഈസ് എ ഗുഡ് ഗ്രാഫ്റ്റിംഗ് ഓൺ എ ഗുഡ് ബാക്ക്. ഇത്രയുമാണ് ഇന്ന് മലയാളം ഭാഗത്ത് നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയത്. ഇതുപോലെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.